ഇന്ത്യൻ തുറമുഖങ്ങളിൽ റഷ്യൻ എണ്ണ ടാങ്കറുകളുടെ വൻ വർധനവ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾ നിലനിൽക്കുമ്പോഴും ഇന്ത്യയിലെ ജനങ്ങളുടെ ഊർജ്ജ ആവശ്യങ്ങൾക്ക് തടസ്സം വരാതെ കൃത്യമായ നയതന്ത്രത്തിലൂടെ അത് പ്രധാനമന്ത്രി നടപ്പിലാക്കുന്നുണ്ട്. ജൂണിൽ റഷ്യൻ എണ്ണ ഇറക്കുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയെന്ന് ഊർജ്ജ വിദഗ്ധൻ അനസ് അൽഹാജി വ്യക്തമാക്കി. റഷ്യൻ ക്രൂഡ് ഓയിൽ വഹിക്കുന്ന ധാരാളം ടാങ്കറുകൾ ഇന്ത്യൻ തുറമുഖങ്ങളിൽ കണ്ടിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഇത്രയും വലിയ സംഖ്യ ഞാൻ മുൻപ് കണ്ടിട്ടില്ല. ജൂൺ തുടക്കത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഒരു മാസം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ അസംസ്കൃത എണ്ണ ഇറക്കുമതി റെക്കോർഡ് ഉയരത്തിലെത്തിയാൽ ഞാൻ അത്ഭുതപ്പെട്ടില്ല. ഇന്ത്യൻ തുറമുഖങ്ങളിൽ റഷ്യൻ അസംസ്കൃത എണ്ണ നിറച്ച ഇത്രയധികം ടാങ്കറുകൾ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ല. NGP എനർജി ക്യാപിറ്റൽ മാനേജ്മെന്റിലെ ചീഫ് ഇക്കണോമിസ്റ്റായ അൽഹാജി തിങ്കളാഴ്ചയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഇന്ത്യയിലുടനീളമുള്ള തുറമുഖങ്ങളിലേക്ക് റഷ്യൻ അസംസ്കൃത എണ്ണ കൊണ്ടുപോകുന്ന നിരവധി ടാങ്കറുകൾ കാണിക്കുന്ന കെപ്ലർ ഭൂപടവും അൽഹാജി പങ്കിട്ടു. മെയ് മാസത്തിൽ റഷ്യയുടെ ഫോസിൽ ഇന്ധനങ്ങളുടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ വാങ്ങുന്ന രാജ്യമായി ഇന്ത്യ തുടരുന്നുവെന്നും സെന്റർ ഫോർ റിസർച്ച് ഓൺ എനർജി ആൻഡ് ക്ലീൻ എയർ നടത്തിയ റിപ്പോർട്ട് കാണിക്കുന്നതിന് ആഴ്ചകൾക്ക് ശേഷമാണ് അദ്ദേഹത്തിന്റെ പ്രസ്താവന വന്നത്. $6.7 ബില്യൺ മൂല്യമുള്ള റഷ്യൻ ഹൈഡ്രോ കാർബണുകൾ ഇറക്കുമതി ചെയ്താണ് മെയ് മാസത്തിൽ ഇന്ത്യ റഷ്യൻ ഫോസിൽ ഇന്ധനങ്ങളുടെ ലോകത്തിലെ രണ്ടാമത്തെ വലിയ വാങ്ങുന്നയാളായത്. CREAയുടെ കണക്കനുസരിച്ച് ഈ മാസം റഷ്യയിൽ നിന്നുള്ള ഇന്ത്യയുടെ ഇറക്കുമതിയുടെ ഏകദേശം 83% ക്രൂഡ് ഓയിലായിരുന്നു. അതിന്റെ മൂല്യം 48 ബില്യൺ യൂറോയാണ്. എണ്ണ ഉൽപ്പന്നങ്ങളുടെയും കൽക്കരിയുടെയും ഇറക്കുമതി യഥാക്രമം 550 ദശലക്ഷം യൂറോയും 429 ദശലക്ഷം യൂറോയുമാണ്. മെയ് മാസത്തിൽ ഇന്ത്യയുടെ മൊത്തം ക്രൂഡ് ഓയിൽ ഇറക്കുമതി അളവ് പ്രതിമാസം 8% വർദ്ധിച്ചുവെന്നും ഇത് റഷ്യയിൽ നിന്നുള്ള ക്രൂഡ് ഓയിൽ വാങ്ങലുകളിൽ 21% വർധനവ് വരുത്തിയതായും ഇത് വെളിപ്പെടുത്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ ചില ശുദ്ധീകരണ കേന്ദ്രങ്ങളിൽ റഷ്യൻ എണ്ണ വരവിൽ ഗണ്യമായ വർധനവുണ്ടായിട്ടുണ്ട്. ഗുജറാത്തിലെ വാഡിനാർ ശുദ്ധീകരണശാലയിലെ എണ്ണ ഇറക്കൽ അളവ് ഏപ്രിൽ മാസത്തെ അപേക്ഷിച്ച് 36% വർദ്ധിച്ചു. അതേസമയം ജാംനഗർ ശുദ്ധീകരണ സമുച്ചയത്തിലെ വിതരണം 14% വർദ്ധിച്ചു. ഈ വർഷം ആദ്യം ഇറക്കുമതി പുനരാരംഭിച്ചതിനു ശേഷം സർക്കാർ ഉടമസ്ഥതയിലുള്ള ശുദ്ധീകരണശാലകളും വാങ്ങലുകൾ വർദ്ധിപ്പിച്ചു. മെയ് മാസത്തിൽ ന്യൂ മാംഗ്ലൂർ ശുദ്ധീകരണശാലയിലേക്കുള്ള റഷ്യൻ അസംസ്കൃത എണ്ണ വിതരണം മുൻ മാസത്തെ അപേക്ഷിച്ച് 13% വർദ്ധിച്ചപ്പോൾ വിശാഖപട്ടണം ശുദ്ധീകരണശാലയിലെ ഇറക്കുമതി 42% വർദ്ധിച്ചു. ഒഡീഷയിലെ പാരാദീപ് റിഫൈനറി 2 വർഷത്തിനുള്ളിൽ റഷ്യയിൽ നിന്നുള്ള എണ്ണയുടെ അളവ് ഇരട്ടിയാക്കി. മോസ്കോയുടെ ഉക്രൈൻ അധിനിവേശത്തെ തുടർന്ന് ലോക കരാറുകളും വ്യാപാര ഉപരോധങ്ങളും ആഗോള ഊർജ്ജ വിപണികളെ പുനർനിർമ്മിച്ചു. ഇത് റഷ്യയെ ഇന്ത്യയുടെ പ്രധാന വിതരണക്കാരാക്കി മാറ്റി. ഊർജ്ജ ചെലവ് നിയന്ത്രിക്കാനും ശുദ്ധീകരണ ലാഭം വർദ്ധിപ്പിക്കാനും സഹായിക്കുന്ന തരത്തിൽ ഇന്ത്യൻ റിഫൈനർമാർ ഡിസ്കൗണ്ട് ചെയ്ത റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങലുകൾ ക്രമാനുഗതമായി വർദ്ധിപ്പിച്ചു. CREAയുടെ കണക്കനുസരിച്ച് മെയ് മാസത്തിൽ റഷ്യയുടെ അസംസ്കൃത എണ്ണ കയറ്റുമതിയിൽ ചൈനയുടെ ഇറക്കുമതി 50% ആയിരുന്നു. തുടർന്ന് ഇന്ത്യയുടെ പങ്ക് 36%, തുർക്കിയുടെ പങ്ക് 6%, യൂറോപ്യൻ യൂണിയന്റെ പങ്ക് 5% എന്നിങ്ങനെയാണ്. അതേസമയം റഷ്യക്കെതിരെ ഉക്രൈൻ രാത്രി മുഴുവൻ തുടർച്ചയായി ഡ്രോൺ ആക്രമണം നടത്തിയിരുന്നു. തെക്കൻ മേഖലയിലെ ഒരു പ്രധാന എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് തീയിട്ടു. കുറഞ്ഞത് 2 പേർ കൊല്ലപ്പെട്ടു എന്ന് റഷ്യൻ അധികൃതർ ഞായറാഴ്ച വ്യക്തമാക്കിയിരുന്നു. റഷ്യൻ സൈനിക വ്യവസായങ്ങൾക്കും ഊർജ്ജ സൗകര്യങ്ങൾക്കും നേരെയുള്ള ദീർഘദൂര ആക്രമണങ്ങൾ ശക്തമാക്കാനുള്ള കീവ് അടുത്തിടെ നടത്തിയ നീക്കത്തിന്റെ ഭാഗമായിരുന്നു ഈ ആക്രമണങ്ങൾ. 5ാം വർഷത്തിലേക്ക് കടക്കുന്ന അധിനിവേശത്തിനുള്ള മോസ്കോയുടെ വരുമാനം വെട്ടിക്കുറയ്ക്കുക, യുദ്ധത്തിന്റെ അനന്തരഫലങ്ങൾ റഷ്യക്കാർക്ക് അനുഭവവേദ്യമാക്കുക എന്നിവയാണ് ഈ പ്രചാരണത്തിന്റെ ലക്ഷ്യമെന്ന് ഉക്രൈൻ പറയുന്നു. ആക്രമണങ്ങൾ റഷ്യൻ ഇന്ധന വിതരണത്തെയും സൈനിക വിതരണത്തെയും തടസ്സപ്പെടുത്തി. മോസ്കോയുടെ യുദ്ധക്കളത്തിലെ ശ്രമങ്ങളെ മന്ദഗതിയിലാക്കി ചർച്ചകൾക്കായി ക്രെംലിൻ സമ്മർദ്ദം ചെലുത്തിയെന്ന് പാശ്ചാത്യ വിശകലന വിദഗ്ധർ പറയുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.